ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിടും. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 27-ാം തിരുവചനം ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണ്: ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായിരുന്നത് കൊണ്ട് നിങ്ങളും സാക്ഷി നൽകും. ശിഷ്യന്മാർ പറയാണ്, നിങ്ങളെനിക്ക് സാക്ഷി നൽകും. കാരണം ആദ്യം മുതലേ നിങ്ങളുണ്ടായിരുന്നു. എൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളെൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. നിങ്ങളെന്നോട് ചേർന്ന് നിന്നു. നിങ്ങളെൻ്റെ വചനം കേട്ടു. അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം നൽകും. പ്രിയ സഹോദര സഹോദരി, ഈ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ട് എത്ര കാലമായി? എത്രയോ നാളുകളായിട്ട് നീ നിൻ്റെ കർത്താവിൻ്റെ കൂടെ നടത്തി. എത്രയോ കാര്യമായിട്ട് കർത്താവ് നിന്നെ കൊണ്ടു നടക്കുന്നു. അവിടെ നിനക്കൊരു ദൗത്യമുണ്ട്. ഈ കർത്താവിനെ ജീവിതത്തിൽ പ്രഘോഷിക്കുക. ഈ കർത്താവിനെ ജീവിതത്തിൽ ഏറ്റുപറയുക. കാണുന്നവരോടൊക്കെ പറയുക, നിനക്കൊരു കർത്താവുണ്ട്. നിന്നെ കരുതുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ വിലമതിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ ദിവസമെങ്കിലും നിനക്കൊന്ന് പ്രഖ്യാപിക്കുമോ? നീ കണ്ടുമുട്ടുന്ന വ്യക്തികളോടല്ല, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. എന്നിട്ട് വൈകുന്നേരം നീ ഒന്ന് വിലയിരുത്തി നോക്കണം. അവരുടെ മുഖത്തൊക്കെ വിരിഞ്ഞ ആ സന്തോഷം, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഉൾക്കാഴ്ചകൾ, അത് നിനക്ക് വലിയൊരു സന്തോഷം നൽകും. കാരണം നീ അവൻ്റെ ദൗത്യത്തിൽ പങ്കുചേർന്നു. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂടി. നല്ലവനായ കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന രീതിയിലെല്ലാം നിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട്, നിന്റെ അഭിഷേകം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ നയിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളെല്ലാം നൽകണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാ